സെബാസ്റ്റ്യൻ പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതിനിധികൾ കൂടി നിയമസഭയിലേക്ക് വന്ന തെരഞ്ഞെടുപ്പാണെന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ. ആത്യന്തികമായി ഈ പാർട്ടി നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഇതൊരു അപകടാവസ്ഥയാണ് എന്ന വിലയിരുത്തൽ പുറത്തേക്ക് കാണിക്കുന്നില്ല എങ്കിലും നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെ കരുതണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും നിരീക്ഷകർ എത്തുകയാണ്. 3 പേർ എത്തുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി തന്നെ എത്തുകയാണ്. ഇപ്പോൾ ചേർന്ന കേന്ദ്ര കമ്മിറ്റി വളരെ നേരത്തെ ചേരുന്നു. ഇനിയിപ്പോൾ ചേരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയും പ്രധാനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം പുറത്തേക്ക് കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പിഴവ് പറ്റി, ഞങ്ങളുടെ പിഴവ് ഇതാണ് എന്ന് പറയുന്ന ഒരു പതിവ് CPM-ന് ഇല്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ പിഴവ് എന്ന്. ഇപ്പോൾ നേതാക്കൾക്ക് ധാർഷ്ട്യം സംഭവിച്ചു എന്ന് ഈ നേതാക്കൾ തന്നെ പുറത്തേക്ക് പറയാനുള്ള സാധ്യതയും കുറവാണല്ലോ. പക്ഷെ അകത്ത് ആ ഒരു വിലയിരുത്തൽ നടക്കാതിരിക്കുമോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആത്യന്തികമായി ഇവിടെ നിന്നും ഇല്ലാതാകുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായി നേതാക്കൾക്കുണ്ടാകുമല്ലോ. അല്ല, ഇവിടെ രാഷ്ട്രീയമായ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും CPM-നെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നാണ് BJP-യുമായുള്ള ഡീൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശരിയാണ്, ഈ പാർട്ടി CPM എന്ന പാർട്ടി അത് ഈ വർഗീയതയ്ക്ക്, ഈ BJP-ക്ക്, RSS അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് ഈ പാർട്ടിയിൽ പെടാത്തവർ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതിൻ്റെ ഒരു ആത്യന്തികമായ ഫലമാണ് തിരഞ്ഞെടുപ്പ്. അതിൽ ഉണ്ടായ ഫലം തിരുത്ത് എന്ന് പറയുമ്പോൾ അത് പാർട്ടി ഓഫീസുകളിലോ യോഗങ്ങളിലോ അല്ല നടക്കുന്നത്. ജനാധിപത്യത്തിൽ അത് സംഭവിക്കുന്നത് പോളിംഗ് ബൂത്തിലാണ്. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. 1977 കണ്ടു, നമ്മളിപ്പോൾ ഈ 2026 കണ്ടു, പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ജനങ്ങളുടെ ഇടപെടലിലൂടെ സംഭവിക്കുന്ന തിരുത്ത് അല്ലാതെ തങ്ങൾക്കിത് തെറ്റുപറ്റി, ഇതൊക്കെയാണ് തെറ്റുകൾ, ഈ തെറ്റുകൾ ഞങ്ങൾ തിരുത്തുന്നു എന്ന് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPIM പറയാൻ കഴിയില്ല. അവരത് പറയുകയുമില്ല. ഏതെല്ലാം തലത്തിൽ, ഏതെല്ലാം ലെവലിൽ എന്തെല്ലാം അന്വേഷണവും വിലയിരുത്തലും റിപ്പോർട്ടും ചർച്ചയും ഒക്കെ നടന്നാലും അതവർ പറയില്ല. അങ്ങനെ പറഞ്ഞ് കുറ്റസമ്മതം നടത്തണം എന്ന് നമ്മൾ നിർബന്ധിക്കുന്നതുമില്ല. നമുക്ക് വേണ്ടത് ആ തെറ്റുകൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കൊണ്ട്, പരസ്യമായി കുമ്പസാരിക്കണമെന്നില്ല, പ്രായശ്ചിത്തം ചെയ്യണമെന്നുമില്ല, പക്ഷെ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ അവിടെ ചില വിഷയങ്ങളിലൊക്കെ അവിടെ ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പാർട്ടി പ്രകടിപ്പിക്കുന്ന ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ. അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പാർട്ടിക്ക് പോറൽ ഏൽപ്പിക്കരുതെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ പറഞ്ഞത്. അഭിപ്രായ പ്രകടനം നടത്തിയാൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ എങ്ങനെയാണ് പാർട്ടിക്ക് അത് CPM-നെ പോലെ സുശക്തമായ ഒരു ഇരുമ്പ് ചട്ടക്കൂടുള്ള ഒരു പാർട്ടിക്ക് അത് എന്ത് പോറൽ ഏൽപ്പിക്കാനാണ്? അപ്പോൾ ആരോഗ്യകരമായ ഒരു സമീപനം പരാജയത്തിന് ശേഷം എന്ത് ഫുട്ബോൾ മാച്ചാണെങ്കിൽ പോലും കളി തോറ്റു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് അവർ തമ്മിൽ, അവരുടെ ക്യാപ്റ്റനും പരിശീലകനും കളിക്കാരും തമ്മിലെങ്കിലും ഒരു ആലോചന നടക്കുമല്ലോ. ആ ആലോചന പോലും ഇത്ര ഗുരുതരമായ ഒരു പതനാവസ്ഥയിൽ ഈ പാർട്ടി എത്തിയതിനു ശേഷവും നടക്കുന്നതായി നമുക്കറിവില്ല. അതിന്റെ പകരമുള്ള എന്താ ഇപ്പോഴത്തെ തർക്ക വിഷയങ്ങൾ? ഇപ്പൊ വിഴിഞ്ഞം വിഷയത്തിൽ വ്യത്യസ്തമായ 2-3 അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മറ്റൊന്ന് പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഇല്ലാത്ത പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ പാർട്ടിയെ അല്ല, ഞാനത് പറഞ്ഞില്ല. കാരണം അത് അങ്ങനെ, വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു പദവി അതിപ്പോൾ ഏതായാലും നിലവിലില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അതില്ലായിരുന്നു, ഒരിക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കീഴ്വഴക്കം എന്ന നിലയിൽ പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണോ? അത് CPIയെ സംബന്ധിച്ച് അത്ര എൻ്റെ അഭിപ്രായത്തിൽ ഒരു നെഗ്ലിജിബിൾ ആയ ഒരു പദവിയാണത്. പക്ഷേ ആ പദവി അവർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൂടാ? ആ പദവി എന്നതിനപ്പുറം സഭയിൽ സംസാരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവസരമുണ്ടാവുക എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. അപ്പോൾ പിണറായി വിജയൻ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നു എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അപ്പുറത്തുണ്ട്.
CPI സംബന്ധിച്ചും അതിൽ മുൻമന്ത്രി രാജനെയാണ് ആ പദവിയിലേക്ക് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഭയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാൾ CPIയിൽ നിന്ന് കൂടി ഉണ്ടാകട്ടെ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 36 പേർ ആകെ ജയിച്ചു വരുന്നതിൽ CPMന് 26 പേരാണ്. ഈ CPIയുടെ മന്ത്രിമാരിൽ 4-ൽ 3 പേരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരിച്ചുള്ള വാദമായി അവർ ഉന്നയിക്കുന്നുണ്ട്. പഴയ പോലെയല്ല, കീഴ്വഴക്കമല്ല ഇതിൽ പ്രധാനമെന്ന് പറയുമ്പോൾ ഒരു മാറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് CPI ആണ്. അല്ല, ഈ വിഷയം CPIയുടെ ആവശ്യത്തെക്കുറിച്ച് എനിക്ക് വിപരീതമായ ഒരു നെഗറ്റീവായ നിലപാടില്ല. ഞാൻ പറഞ്ഞത് ആ പദവി അത്ര വലിയ അഭികാമ്യമായ ഒരു പദവിയൊന്നുമല്ല, വിട്ടുകൊടുക്കില്ല എന്ന് പറയത്തക്ക രീതിയിൽ. പ്രതിപക്ഷ നേതൃസ്ഥാനം CPI ചോദിച്ചിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു അംഗത്തെ ഉപനേതാവായി അവർ അയക്കും. അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന് ഒരു സഹായം ആയിത്തീരുകയും ചെയ്യും. പക്ഷെ അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഒരു CPIയെ ഒരു ശുണ്ഠി പിടിപ്പിക്കത്തക്ക രീതിയിൽ ചില പദപ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ വരികയും ചെയ്യുന്നു. അത് ഏത് അവസ്ഥയിലാണ്? ഞാൻ പറഞ്ഞു വന്ന അതായിരുന്നു, ആ പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ പാർട്ടി എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും അവരുടെ കൂടെയുള്ള ഒരു സഖ്യകക്ഷി, ആ സഖ്യകക്ഷി ഒരു ന്യായമായ ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടി നൽകാൻ പോലും, ഉചിതമായ രീതിയിലുള്ള മറുപടി നൽകാതെ അവിടെയും ഈ ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക? ഇനിയിപ്പോൾ പിണറായി വിജയനെ നന്നാക്കി അദ്ദേഹത്തിന്റെ മുഖവും മുഖഭാവവും ശരീരഭാഷയും ഒക്കെ നന്നാക്കിയിട്ടൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഇല്ല. അവർക്ക് വേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഈ പാർട്ടിയെ എപ്രകാരം സമുദ്ധരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. 3-ാം വർഷം തെരഞ്ഞെടുപ്പ് വന്നേക്കാം. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിനിർണായകമായ അവസ്ഥയിലും സാഹചര്യത്തിലും എത്തി നിൽക്കുമ്പോൾ അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം പാർട്ടിയിൽ നിന്ന്, CPI നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കും. Debate with Smriti Parathikkad.